രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ബിഗോണിയ ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം 100ഓളം വെറൈറ്റി ബിഗോണിയകൾ അവൈലബിൾ ആണ്. എല്ലാ ചെടികളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 15ലധികം ചെടികളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. എല്ലാ പ്ലാന്റിൻ്റെയും ഫോട്ടോ ഞാൻ ഇട്ട് തരാം. ഈ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ തന്നോളൂ. നമുക്ക് ബിഗോണിയ ചെടികളെ 3 തരം ബിഗോണിയ ചെടികൾ മൂന്നാക്കി വിഭജിക്കാൻ പറ്റും. അതായത് കേൻ ബിഗോണിയ, റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ, അങ്ങനെ 3 തരം ബിഗോണിയകളുണ്ട്. അതിൽ ഞാനിവിടെ കാണിക്കുന്നത് വാക്സ് ബിഗോണിയ അല്ല, റെക്സ് ബിഗോണിയാണ് കേട്ടോ. റെക്സ് ബിഗോണിയയിൽ ഒരു 15ലധികം ചെടികൾ ഉണ്ടാവും ഈ വീഡിയോയിൽ. ഈ ബിഗോണിയ ചെടികൾ മനോഹരമായ ഇലകളാണ് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള. കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട് വളരെ അലങ്കൃതമായിരിക്കുമെങ്കിലും ഇതിൻ്റെ ഇലകൾ പരസ്പരം വ്യത്യസ്തമായിരിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ ഇലകളുടെ കളറ്, അതുപോലെ തിളക്കം, ആകൃതി എല്ലാം വ്യത്യസ്തമാണ്. ഒന്നൊന്നിനോട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാ ബിഗോണിയകളും അങ്ങനെ ഒരുപോലെ ഉള്ളത് വളരെ തോന്നും നമുക്ക് ഒന്നുപോലെയാണെന്ന്, പക്ഷെ പലതും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. വളരെ നല്ല ചെടികളാണ്. എൻ്റെ ഈ ബിഗോണിയക്കകത്ത് നമുക്കൊരു തക്കാളി ചെടിയും കൂടെ മുളച്ചു വന്നിട്ടുണ്ട്, അതിന് പറിച്ച് നടണം. അതുപോലെ കണ്ടോ, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിഗോണിയ ചെടികൾ, പല വെറൈറ്റി ഉണ്ട്. ഇവിടെ ഇലകൾ, നമ്മളിപ്പോൾ ഒരു ഗാർഡനിങ്ങിൽ തുടക്കക്കാരാണെങ്കിൽ ബിഗോണിയ ചെടികളിൽ നിന്നും തുടങ്ങുകയായിരിക്കും നല്ലത്. കാരണം ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു ഇലകളിൽ നിന്നാണ്. ഇലകളിൽ നിന്ന് പിടിപ്പിക്കാം. പിന്നെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊക്കെ ഒടിച്ച് കുത്തിയിട്ട് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. പക്ഷേ എളുപ്പമായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നത് ഇലകളിൽ നിന്നാണ്. ഇതൊക്കെ ഞാൻ ഇലകളിൽ നിന്ന് നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഏകദേശം 1-2 ആഴ്ചയൊക്കെ ആയിട്ടുള്ള ചെടികളാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആയി വരുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ചെറിയ കമ്പുകൾ മുറിച്ച് നട്ടിട്ടും അത് വേഗമാവും. ഇലകൾ 1 മാസം കൊണ്ടാവുന്നത് തണ്ടുകളാണെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് നമുക്ക് ചെടികളാവും. പിന്നെ നടുമ്പോൾ ഇതിന് കുറച്ച് മണ്ണധികം വേണമെന്നില്ല. നമ്മൾ മെറ്റലോ അല്ലെങ്കിൽ കല്ലുപൊടിയോ ഒക്കെ ചേർത്തിട്ട്, മണൽ ചേർത്ത്, ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നടുന്നത്. ഇതിൻ്റെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അതുപോലെ ലൈക്കും കമൻറ്റും കൂടി ഒന്ന് തന്നോളൂ കേട്ടോ. നമുക്കൊരു ഉപകാരമായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഉണ്ടല്ലോ, ഈ ചെടീൻ്റെ ഇലകൾ മുറിച്ച് മാത്രമല്ല തണ്ടുകളിൽ നിന്നും നടാന്ന് പറഞ്ഞല്ലോ. ഈ ചെടികളിൽ പൂക്കൾ, ചെറിയ പൂക്കളുള്ള ആ ചെടി ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് പൂക്കളുള്ള ചെടികൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ഈ ചെടികൾക്ക് അധികം ഒരുപാട് വെയിൽ വേണ്ട. അധികം വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറും, വേറൊരു സ്ട്രക്ചറാവും ഇതിൻ്റെ. ഇത് ചില ചെടികളൊക്കെ ഞാൻ വെയിലത്ത് വെച്ചതാണ്, അതൊരു മുരടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ശംഖ് പോലെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. ഈ ശംഖ് പോലെയുള്ളതിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. ഇതൊരു ശംഖ് വെറൈറ്റിയാണ്. പിന്നെ ഉണ്ടായിരുന്നു ഇതും ഒരു ശംഖ് വെറൈറ്റിയാണ്. പിന്നെ ഈ ചെടികളുണ്ടല്ലോ, നമുക്ക് വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി ഇതിന് ചോട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈകൾ പുതിയതായിട്ട് ഉണ്ടാവും. ഈ ചട്ടിക്കകത്ത് ഇത് ബോൾ പോലെ ഇങ്ങനെ നിറഞ്ഞു വരും. അതുപോലെ തന്നെ അസിഡിറ്റി ഇഷ്ടമുള്ള ചെടികളാണ്. ഈ ചെടികൾക്ക് അസിഡിറ്റി വളരെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് വിനാഗിരി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഇലകൾക്ക് ഇതിനേക്കാളൊക്കെ, ഇതിപ്പോൾ കുറേ ആയി ചെയ്തിട്ട്, നല്ല തിളക്കമുള്ള ഇലകൾ ഉണ്ടാവും, നല്ല ക്ലൻസിങ് ഉണ്ടാവും, നല്ല മനോഹരമായിരിക്കും ഇലകളൊക്കെ കാണുകയാണെങ്കിൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഏകദേശം 15 ചെടികളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം ഈ ചെടികൾക്ക് കുറച്ച് വില കൂടുതലാണ്. ഞാൻ തന്നെ 80 രൂപ മുതൽ 200 രൂപ വരെ ഉള്ള ചെടികൾ ഞാൻ കൊടുക്കാറുണ്ട്. ചിലതൊക്കെ ഇതൊക്കെ നല്ല റേറ്റുള്ള ചെടിയാട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇത് തന്നെ കാണിക്കുന്നതെന്ന്. വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ചെടികളാണ്. ഇപ്പം ഞാൻ ഇതിലൊരു 10 ചെടികൾ വെറും 900 രൂപയ്ക്കാട്ടോ നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇവയുടെ നടുന്ന രീതിയോ അല്ലെങ്കിൽ പരിപാലനമോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഒരു മടിയും വേണ്ട. ഞാനപ്പോൾ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ മറുപടി തരാം. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ബിഗോണിയ നട്ട് സെയിൽ ചെയ്യുന്ന ആളാണ്. എന്നെ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. ഞാൻ 4 വർഷമായിട്ട് ബിഗോണിയ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ചെടികളുടെ ജിഫി ബാഗിലുള്ള ചെറിയ ജിഫി ബാഗിനകത്തുള്ള ചെടികളും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 10 എണ്ണത്തിന് 600 രൂപയാണ് ഉള്ളൂ. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വേഗം ഓർഡർ ചെയ്തോളൂ. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ പറയാം: 6238465869. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ.
അങ്ങനെയാണെങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ വേഗം വേഗം ഇടാൻ തോന്നുകയും ചെയ്യും. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.